വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക് അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വളരെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരങ്ങളെ, അല്ലാഹു അനുഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വരുന്ന ജനുവരി 1, 2, 3 തീയതികളിലായി കേരള നദവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗമായ ISM അതിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ തൃശ്ശൂരിൽ വെച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ സമ്മേളനത്തിലേക്ക് ഈ പ്രദേശത്തുള്ള സഹോദരങ്ങളെ ക്ഷണിക്കാനും സമ്മേളനത്തിൻ്റെ പ്രചരണമെന്നോണവും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വേദിയാണ് ഇത്. ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു സംഘടനയുടെ സമ്മേളനത്തിലേക്ക് നാട്ടുകാരായ ഏവരെയും ക്ഷണിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ദീനീ സംബന്ധമായ ചർച്ചകൾ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും മുമ്പത്തെക്കാളേറെ നടന്നുവരുന്ന ഒരു നല്ല സാഹചര്യം നിലനിൽക്കുന്നു. മതപരമായ ഒരു പുതിയ ഉന്മേഷം, ജാഗരണം സമുദായത്തിൽ എല്ലാ സമുദായങ്ങളിലും കണ്ടുവരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മതം, പ്രത്യേകിച്ച് ഇസ്ലാം മതം, കുറേ കൂടി
സുതാര്യമാവുകയും അത് ജനകീയമാവുകയും ചെയ്തു എന്നതാണ് ആളുകൾ അതിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ, അതിൻ്റെ നിയമസംഹിതയനുസരിച്ച് ജീവിക്കാൻ കൂടുതൽ സന്നദ്ധരാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ഇത് സുതാര്യമാകാനും ജനകീയമാകാനുമുള്ള പ്രധാനപ്പെട്ട കാരണം ഇതുപോലെയുള്ള വിവിധങ്ങളായ പ്രചാരണ പരിപാടികളാണ്. ലോകത്തെല്ലായിടത്തും ഇതുപോലെയുള്ള സംരംഭങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ സംസ്ഥാനത്ത്, കേരളത്തിലാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം മറ്റേതൊരു പ്രദേശത്തെക്കാളും ഊർജ്ജസ്വലതയോടെ ശാസ്ത്രീയമായിട്ട് നടക്കുന്നത്. മുസ്ലിം സമുദായത്തിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ടെങ്കിലും എല്ലാവരുടെയും നിലനിൽപ്പിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ലക്ഷ്യം ഒന്നുതന്നെയാണ്. അള്ളാഹുവിൻ്റെ മതം അഥവാ ദീനുൽ ഇസ്ലാം കൂടുതൽ ആളുകളിലേക്ക് എത്തണം. ആ മതത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണ പരമാവധി ഇല്ലാതെയാകണം. ആ മതത്തിൻ്റെ അനുയായികൾ ആ മതം കൂടുതൽ ഉൾക്കൊള്ളുകയും അതിൻ്റെ വക്താക്കളായി തീരുകയും ചെയ്യണം. അങ്ങനെ ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക വഴി അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള അവൻ്റെ മഹത്തായ പ്രതിഫലം ലഭിക്കണം. ഇതാണ് ഏതൊരു മതസംഘടനയുടെയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെയും അതിലെ അവാന്തര വിഭാഗങ്ങളുടെ എല്ലാം ലക്ഷ്യം. അതിനുവേണ്ടി നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പ്രവാചകൻ വന്ന് വഫാത്തായി 14 നൂറ്റാണ്ടുകൾ പിന്നിട്ടത് കാരണം ചെറിയ തരത്തിലുള്ള, ചിലപ്പോൾ വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ അഭിപ്രായ ഭിന്നത സ്വാഭാവികമാണ്. ഏതൊരു പ്രവാചകൻ ഇസ്ലാമിനെ പറ്റി ശരിയായ പാഠം നൽകി ആ പ്രവാചകൻ വഫാത്തായി ഏറെ കഴിയുന്നതിന് മുമ്പ് ആ മതത്തിൽ പല വിധത്തിലുള്ള അരുതായ്മകളും ആ മതത്തിൽ ആ പ്രവാചകൻ പഠിപ്പിക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ലാത്ത പല സംഗതികളും വിശ്വാസങ്ങളും ആചാരങ്ങളുമൊക്കെ കടന്നുകൂടുക ഈ മതത്തിൻ്റെ ചരിത്രത്തിൻ്റെ തന്നെ ഒരു സ്വഭാവമാണ്. ഈ വിഷയം വിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞു: മാമിൻ നബിയിൻ ഖബലി ഇല്ലാ കാന ലഹു ഹവാരിയൂന വ അസ്ഹാബുൻ യഖുദൂന ബിസുന്നതിഹി വ യഖ്തദൂന ബിഅംരിഹി. എനിക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട ഈ ലോകത്ത് വന്നിട്ടുള്ള സകല പ്രവാചകന്മാർക്കും ആ പ്രവാചകന്മാരുടെ നടപടിക്രമങ്ങളെ, ആ പ്രവാചകന്മാരുടെ മാർഗദർശനങ്ങളെ അതേപടി പിൻപറ്റിയ, ഏറ്റുകയും കുറക്കുകയും ചെയ്യാതെ ആ പ്രവാചകന്മാരെ അതേപടി അനുധാവനം ചെയ്ത നല്ല ഒരു വിഭാഗം, നല്ല ഒരു ഉമ്മത്ത്, നല്ലൊരു സമുദായം ആ പ്രവാചകന്മാരുടെ തൊട്ടുകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയല്ല പ്രവാചകൻ അതിന് ഊന്നൽ നൽകുന്നത്. കാരണം പരലോകത്ത് വരുമ്പോൾ ചില പ്രവാചകന്മാർ ഒരു വ്യക്തി പോലും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ലാതെ നിയോഗിക്കപ്പെടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ചില പ്രവാചകന്മാർ വരുമ്പോൾ 1-2 ആളുകളാണ്. മറ്റു ചില പ്രവാചകന്മാരുടെ കൂടെ ഏതാനും വഫദ് സംഘങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മറ്റൊരു പ്രവാചകൻ വരുന്നു, കുറച്ച് കൂടുതൽ ആളുകളെ ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചത് അത് ഞാനും എൻ്റെ ഉമ്മത്തും